കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി പ്രവർത്തനം തുടങ്ങാത്ത തൃക്കരിപ്പൂർ നടക്കാവിലെ വിവിധോദ്ദേശ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയറിഞ്ഞ് സന്ദീപ് വാര്യർ എം.എൽ.എ. നടക്കാവിലെത്തി. മലബാറിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ തൃക്കരിപ്പൂർ ആക്മി ക്ലബ്ബ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എം.എൽ.എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് എം.എൽ.എ. എത്തിയത്. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. നടക്കാവിലെ സ്റ്റേഡിയത്തിൽ ആക്മി ക്ലബ്ബ് ഭാരവാഹികളോടൊപ്പമാണ് എം.എൽ.എ. സന്ദർശനം നടത്തിയത്. കായിക വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സ്റ്റേഡിയം തുറന്നു പ്രവർത്തിക്കുന്നതിനാവശ്യമായ നടപടിയും നവീകരണ പ്രവൃത്തിയും വേഗത്തിൽ സ്വീകരിക്കുമെന്ന് എം.എൽ.എ. ഉറപ്പു നൽകി. തൃക്കരിപ്പൂർ ആക്മി ക്ലബ്ബ് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, വൈസ് പ്രസിഡന്റ് വളപട്ടണം റഷീദ്, ജനറൽ സെക്രട്ടറി സി ഷൗക്കത്ത് അലി, ട്രഷറർ സി സത്താർ, കേരള പോലീസ് ടീം മുൻ പരിശീലകൻ പി കുഞ്ഞികൃഷ്ണൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം സുരേഷ് എന്നിവർ എം.എൽ.എയോടൊപ്പം ഉണ്ടായിരുന്നു. കോടികൾ മുടക്കി പണിത സ്റ്റേഡിയം നടത്തിപ്പിനായി പ്രൊഫഷണൽ മാനേജ്മെന്റിനെ ഏൽപ്പിക്കുക, ബാക്കിയുള്ള പണി ഉടൻ പൂർത്തിയാക്കി പാർക്കിംഗ് സ്ഥലവും പരിസരവും മനോഹരമാക്കുക, രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ കാലപ്പഴക്കം ചെന്ന സിന്തറ്റിക് ടർഫ് മാറ്റി പ്രകൃതിദത്ത പുൽമൈതാനം അനുവദിക്കുക, ഭാവിയിൽ ടൂർണമെന്റ് നടത്തിപ്പിനുള്ള ഗാലറി പണിയാനുള്ള സ്ഥലം ഒഴിവാക്കി ചുറ്റുവേലി സ്ഥാപിക്കുക, ഏറെ മെയിൻ്റനൻസ് ആവശ്യമായ നീന്തൽക്കുളം ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പരിശീലനവും സംസ്ഥാന തലത്തിലുള്ള നീന്തൽ മത്സരവും സംഘടിപ്പിക്കുക, വിവിധോദ്ദേശ സ്റ്റേഡിയം പ്രതിഭകളായ താരങ്ങൾക്ക് പരിശീലകരെ ഏർപ്പെടുത്തി തുടർച്ചയായ പരിശീലനം നടത്തുക എന്നീ ആവശ്യങ്ങളടങ്ങിയ നിവേദനം ആക്മി ഭാരവാഹികൾ എം.എൽ.എക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.